ഹലോ എവ്രി വൺ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ പ്രയോജനങ്ങളാണ് കിട്ടുന്നത്. അപ്പം കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ്. ബ്രസ്റ്റ് മിൽക്കിലുള്ള ആൻറ്റിബോഡീസ് കാരണമാണ് കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടുക. രണ്ടാമത് ചൈൽഡ്ഹുഡ് ഇൽനെസ്സസ്, അതായത് നമുക്കിപ്പം ആസ്മ, ഡയബറ്റിസ്, BP വരിക, അതുകൂടാതെ തന്നെ അമിത വണ്ണം വെക്കുക, ഇതിനെല്ലാം ഉള്ള സാധ്യത കുറയും കുഞ്ഞ് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് ആണെങ്കിൽ. ഓപ്റ്റിമം ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ്, അതായത് കുഞ്ഞിന്റെ IQ വർദ്ധിക്കാനുള്ള സാധ്യത കൂടും എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് ബേബീസിന്. അത് മാത്രമല്ല, ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സ്, അതായത് ലുക്കീമിയ പോലെയുള്ള ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സിന്റെ ഇൻസിഡൻസും വളരെ കുറവാണ്, അതായത് ഈ ബ്രസ്റ്റ് ഫെഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്. അമ്മമാർക്കും ഇതുപോലെ പ്രയോജനമുണ്ട്. ക്യാൻസേഴ്സിന്റെ എണ്ണം കുറയും, അതായത് ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, ഓവേറിയൻ ക്യാൻസേഴ്സിന്റെ സാധ്യത കുറയും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉള്ള സാധ്യത കുറയും. അമ്മയ്ക്ക് വേഗം വണ്ണം കുറയാനായിട്ട് സഹായിക്കും, അതായത് പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് എല്ലാം ലൂസ് ചെയ്യാനായിട്ട് ഈ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഹെൽപ്പ് ചെയ്യും. ഡിലേഡ് മെൻസസ് ആണ്, അതായത് ഒരു കോൺട്രാസെപ്ഷൻ ഇഫക്റ്റ് കൂടെ വരും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് വെച്ചാൽ. അത് കൂടാതെ തന്നെ അമ്മയ്ക്ക് ഡയബറ്റീസിന്റെയും ഹാർട്ട് ഡിസീസിന്റെയും ഇൻസിഡൻസും കുറയും. അപ്പോൾ WHO സജഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, അതായത് അമ്മയുടെ പാല് മാത്രമാണ് കുഞ്ഞിന് കിട്ടേണ്ടത്, അല്ലാതെ വെള്ളം, തേൻ ഇതൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. 6 months ശേഷം നമുക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യാം, അതായത് കോംപ്ലിമെന്ററി ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങും കൂടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എത്ര വയസ്സ് വരെയാണ് WHO റെക്കമെൻഡേഷൻ? 2 years വരെയാണ് ബ്രസ്റ്റ് ഫീഡിങ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്.